കുറച്ച് ചിക്കനും ഒരു ക്യാരറ്റും 2-3 ബീൻസും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇങ്ങനെയുള്ള കുറച്ച് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് ചെറിയതായി അരിഞ്ഞ ഇഞ്ചിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചിയൊക്കെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണേ. അതിൻ്റെ പച്ചമണം നന്നായി മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം രണ്ട് പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതിന് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. പച്ചമുളകും നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരേ ഒരു ഉള്ളിയാണ്. ചെറുതായി എരിഞ്ഞ ഒരു ഉള്ളി മാത്രമാണിത്. ഉള്ളി കൂടി ചേർത്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് നല്ലവണ്ണം പച്ചമണം മാറിക്കിട്ടും ഉള്ളിയുടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ബദാം കുതിർത്ത് വെക്കാം. ഒരു 10-15 ബദാം മാത്രം മതിയേ. ഇനി 10ആയാലും കുഴപ്പമൊന്നുമില്ല. ബദാമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് പോയിട്ടൊന്നുമില്ല. ഇതുപോലെ പതുക്കെ വഴറ്റിയാൽ മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം വീണ്ടും വഴറ്റണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ചിരുന്നു. ഇനി മൂടിയൊക്കെ മാറ്റി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ചേർക്കാം. ഇത് ചെറിയൊരു ക്യാരറ്റും ഒരു 2-3 ബീൻസും നമ്മളുടെ കയ്യിലുണ്ടായിരുന്നതാണ്. ഈ സമയത്ത് എന്തായാലും എല്ലാവരുടെ കയ്യിലും പച്ചക്കറി കാണാതിരിക്കില്ല. ഓണക്കാലമായതുകൊണ്ട് തന്നെ പച്ചക്കറി മിക്ക വീടുകളിലും ഉണ്ടാവും. അങ്ങനെയൊക്കെ ബാക്കി വന്ന പച്ചക്കറി കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല അടിപൊളി റെസിപ്പിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വളരെ കുറച്ച് ചിക്കൻ മതി. ഒരു 1/4 കിലോ ചിക്കൻ ആയാലും മതി. നമ്മളെപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് മാറ്റി വെക്കും. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു നേരത്തെ കറിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മാത്രം മതി. സൂപ്പർ ടേസ്റ്റുമായിരിക്കും. എന്നാൽ വളരെ ചിലവും കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് പച്ചക്കറി ആയാലും വേറെ എന്ത് സാധനമായാലും പച്ചമുളകോ ഉള്ളിയോ വെളുത്തുള്ളിയോ ചിക്കനോ എന്തായാലും ബാക്കി വരുന്ന സാധനം നമ്മൾ നല്ല ഭദ്രമായി അടച്ച് മൂടി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ. എന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ബദാമിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളയാൻ പറ്റും. നമ്മൾ ബദാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മളുടെ കയ്യിൽ തേങ്ങ ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ബദാം ചേർത്ത് കൊടുത്തത്. തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് കറി റെഡിയാകണമെങ്കിൽ ഇനി തേങ്ങ കയ്യിലില്ലെങ്കിലോ തേങ്ങ ചിരണ്ടാൻ മടിയുണ്ടെങ്കിലോ ഇതെങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബദാമോ അണ്ടിപ്പരിപ്പോ ഒരു 5-10 അണ്ടിപ്പരിപ്പോ ബദാമോ മാത്രം മതി. നല്ല കട്ടിയുള്ള ഗ്രേവി ഉണ്ടാകും. എന്നാൽ നല്ല ടേസ്റ്റുമായിരിക്കും. പണിയും ചുരുക്കമാണ്. ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കറി ഉണ്ടാക്കാൻ പറ്റും. ഇനി കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴോ ഓഫീസിൽ പോകേണ്ടവർക്കും എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊണ്ടുപോകാനും പറ്റിയ അടിപൊളി കറിയാണ് ഇത്. ഇനി രാവിലെ തന്നെ നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ തലേന്ന് തന്നെ പച്ചക്കറിയും ചിക്കനും എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം കഴുകി മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാനും പറ്റും. ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായപ്പോഴേക്കും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൽ നമ്മൾ കറുവാപ്പട്ടയോ ഗ്രാമ്പോ ഏലക്കായോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അത് ചേർത്തില്ല എന്ന് കരുതി ടേസ്റ്റിന് ഒട്ടും കുറവുമില്ല. എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇനി എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും എല്ലാം നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. കുറേ മസാല ചേർത്ത് കൊടുത്തെന്ന് കരുതി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നന്നാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മസാല ചേർത്താൽ മതി. ഏത് ഭക്ഷണമായാലും മസാലക്കൂട്ടൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതിയേ. നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രമാണ്. പിന്നെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായപ്പോഴേക്കും നമ്മൾ ബദാം നല്ലവണ്ണം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിക്സി കഴുകിയ വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്നുകൂടി നല്ലവണ്ണം വെന്ത് വരട്ടെ. ഇതാകുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ്. എരിവുമില്ല, അധികം പുളിയില്ല, അധികം മസാലയുമില്ല, എന്നാൽ തേങ്ങാപ്പാലുമല്ല. എല്ലാം കൊണ്ടും ഈ കറി ഹെൽത്തിയാണേ. പിന്നെ ചിക്കനൊക്കെ 3/4 വേവ് ആയപ്പോൾ നമ്മൾ ഒരു തക്കാളി
വളരെ പൊടിയായിട്ടൊന്നും അരിയണ്ട, അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചിക്കനും പച്ചക്കറിയും എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. വളരെ ചിലവ് ചുരുങ്ങിയ ഒരു കറിയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാ അമ്മമാരുടെയും ചിന്തയാണ് രാവിലെ കറി എന്താക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ചിക്കൻ കറിയൊക്കെ നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം അരച്ചെടുക്കണേ ബദാം. ഇനി നിങ്ങൾക്ക് വേണ്ടത് കുറുകിയ ഗ്രേവി ആണെങ്കിൽ കുറച്ചുകൂടി കുറുക്കി എടുത്തോളൂ. ഇനി ഗ്രേവി അധികം കുറുകണ്ടെങ്കിൽ പിന്നെ കൂടുതൽ തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളെ ചെറിയ ചിലവിലുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കാര്യമായി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലാണ്. അത് തീർച്ചയായും ചേർത്ത് കൊടുക്കണം. മറ്റുള്ള ഒരു മസാലയും ചേർത്തിട്ടില്ലെങ്കിലും മല്ലിയില തീർച്ചയായും ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ സ്റ്റൂ ഇങ്ങനെയും ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും പഠിച്ചല്ലോ. ഉണ്ടാക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ബാക്കി വരുന്ന പച്ചക്കറിയും എല്ലാം തന്നെ നല്ലവണ്ണം ഭദ്രമായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണേ. ഇതിൽ എപ്പോഴെങ്കിലും കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. എപ്പോഴും എല്ലാവരുടെ ഫ്രിഡ്ജിലും എല്ലാം ഉണ്ടാകണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. എന്താ നമ്മളെ ചിക്കൻ സ്റ്റൂ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ ഇന്ന് പോകുന്നേ. ടാറ്റാ, ബൈ ബൈ.